സി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ട്രെൻഡ് സെറ്റിംഗ് വേർഡാണ് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി. ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി ഇന്ന് ഇത്ര ട്രെൻഡ് സെറ്റിംഗ് ആവാൻ എന്തായിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു കാരണം? സോ ക്രിപ്റ്റോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടതുണ്ട് അല്ലെ. നമുക്ക് Web3 എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. Web3 ഓക്കെ, എന്താണ് ആക്ച്വലി Web3 എന്ന് പറയുന്നത്? ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെങ്കിൽ Web3 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ Web3യുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് Web2 അല്ലെങ്കിൽ ഈ ഒരു ഇന്റർനെറ്റ് സിസ്റ്റത്തിൽ ഏറ്റവും നമ്മൾ നേരിടുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഡാറ്റ സ്റ്റീലിംഗ് അല്ലേ. സോ ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ട്രേഡേഴ്സ് ആണ്. സോ ട്രേഡേഴ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലുള്ള ചാർട്ടും എന്താണ്, ഒരു ഡാറ്റയാണ്. സോ അതെ, ഡാറ്റ ഈക്വൽ ടു മണി. വെരി ഗുഡ്, നല്ലൊരു പോയിന്റ് ആണ്. ഡാറ്റ ഈക്വൽ ടു വെരി മണി. കാരണം നമ്മൾ ഈ ട്രേഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ മുമ്പിലുള്ള ഡാറ്റയാണ് നമ്മൾ പൈസ ആക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് Web3 അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ.